और आपको गुजरात में हराएंगे इस बार। आप लिख के ले लो, लिख के ले लो। ബിജെപിയുടെ ഏറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ തോതിലുള്ള അക്രമമാണ് ഇപ്പോൾ ബിജെപി അഴിച്ചുവിട്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം രാഹുൽ ഗാന്ധിയെ എല്ലാ തരത്തിലും കളിയാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ഇന്ത്യയിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്ന തരത്തിൽ പറയുന്ന രീതിയായിരുന്നു ബിജെപി നേതാക്കൾ ഗുജറാത്തിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മുതൽ, വമ്പൻ വിജയം നേടിക്കഴിഞ്ഞപ്പോൾ മുതൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഏറെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം പങ്കുവച്ചത് ബിജെപി നേതാവായിട്ടുള്ള പ്രദീപ് ബന്ദാരിയാണ്. പ്രദീപ് ബന്ദാരി തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ വളരെ തമാശ രൂപേണ അത്രയ്ക്കും ചിരി അടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പോസ്റ്റായി മാറി എന്നുള്ളതാണ് ഒരു വാസ്തവം എന്ന് പറയുന്നത്. അത് വലിയ തോതിൽ വൈറലായി മാറിയ ഒരു കാര്യമായി മാറിയിരിക്കും. അതായത് രാഹുൽ ഗാന്ധിയുടെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഈ ബന്ദാരി ആ ഒരു തരത്തിലുള്ള പോസ്റ്റ് ഷെയർ ചെയ്തത്. അതായത് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വെച്ച് വലിയ തോതിലുള്ള ഒരു വെല്ലുവിളി നടത്തുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആയിരുന്നു അതിൽ കാണാൻ ഇടയായത്. അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞത്, ഗുജറാത്തിൽ ഞങ്ങൾ നിങ്ങളെ പരാജയപ്പെടുത്തും, അത് എഴുതി വയ്ക്കുക എന്നായിരുന്നു. അതായത് ബിജെപിയോട് വെല്ലുവിളിച്ചുകൊണ്ട് ഗുജറാത്തിൽ ഞങ്ങൾ, അതായത് കോൺഗ്രസ് നിങ്ങളെ പരാജയപ്പെടുത്തും, അത് എഴുതി വച്ചോളൂ. അതായത് ഗുജറാത്തിൽ ഈ പറയുന്ന കോൺഗ്രസ് ബിജെപിയെ പരാജയപ്പെടുത്തും, അത് നിങ്ങൾ എഴുതി വയ്ക്കുക എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ബിജെപിയോട് പാർലമെന്റിൽ. ആ ഒരു ക്ലിപ്പാണ് ഈ പറയുന്ന ബന്ദാരി എക്സിൽ ഇട്ട പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയും ഇട്ടുകൊണ്ട് അതിൽ കുറച്ച് കുറിപ്പുകളും ചേർത്തുകൊണ്ട് പറഞ്ഞ കാര്യമെന്ന് പറയുന്നത്, രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം, അതായത് രാഹുൽ ഗാന്ധി ഗുജറാത്തിൽ ഞങ്ങൾ നിങ്ങളെ പരാജയപ്പെടുത്തും, അത് എഴുതി വയ്ക്കുക എന്നുള്ളതും, റിസൾട്ട് എന്ന് പറയുന്നത് 68 മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസിന് 1 സീറ്റ്, BJPക്ക് 63 സീറ്റ്. ആകെ മൊത്തം സീറ്റുകളിൽ 1912 സീറ്റുകളിൽ BJP 1402 സീറ്റുകൾ നേടി. അതേസമയം കോൺഗ്രസ് 260 സീറ്റിൽ ഒതുങ്ങി. ഇതിനർത്ഥം ഇന്ത്യയിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ തള്ളിക്കളഞ്ഞു, ഇന്ത്യയിലെ ജനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്കൊപ്പമാണ് എന്നായിരുന്നു ആ പോസ്റ്റിലെ എഴുതി ചേർത്തിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് പ്രദീപ് ബന്ദാരി. ഇത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്കെതിരെ വളരെ വലിയ തോതിൽ ഉന്നയിക്കാനായിട്ട് BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഒരു കാര്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഗുജറാത്തിൽ നിങ്ങൾ എഴുതി വയ്ക്കുക, ഞങ്ങൾ അവിടെ വിജയിച്ചിരിക്കും എന്നായിരുന്നു കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ വെല്ലുവിളി എന്ന് പറയുന്നത് പാർലമെൻറ്റിൽ വെച്ച്. പക്ഷേ നടന്നത് നേരെ മറിച്ചായിരുന്നു. 16 നിലയിൽ പൊട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു കോൺഗ്രസിൻ്റെ. അതിൻ്റെ റിസൾട്ട് സഹിതമായിരുന്നു പ്രദീപ് ബന്ദാരി എക്സിൽ കുറിച്ച കാര്യമെന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധിയെ ഇന്ത്യയിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നും നരേന്ദ്രമോദിക്കൊപ്പമാണ് ജനങ്ങൾ എന്നും ആ ഒരു തരത്തിലുള്ള കാര്യമായിരുന്നു എക്സിൽ എഴുതി ചേർത്തിരുന്നത്. എന്തായാലും തുടരെയുള്ള തോൽവികൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിമർശനങ്ങൾക്ക് ഇടയുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറി എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പലതരത്തിലും ഈ രാഹുൽ ഗാന്ധിക്കെതിരെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെതിരായും ആക്ഷേപങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അതിപ്പോൾ ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യത്തിലുള്ളവർ പോലും കോൺഗ്രസിനെ തള്ളിക്കളയുന്ന തരത്തിൽ, രാഹുൽ ഗാന്ധിയെ പോലും തള്ളിക്കളയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. ഇപ്പോൾ BJP തന്നെ അതിന് കുറച്ചുകൂടി ആഴം കൂട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ, തോൽവിയിൽ നിന്നും തോൽവിയിലേക്ക് പോകുന്ന കോൺഗ്രസിനെ കളിയാക്കിക്കൊണ്ട് ഇപ്പോൾ BJP നേതാക്കൾ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്.